ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, മീൻസ് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ഷോർട്സാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ചായിട്ടുള്ളൂ, തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം ഷോർട്സാണ് ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നാണ് ഞാൻ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. നിങ്ങൾക്കാണല്ലോ വളരുന്നത്, അല്ലേ? അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. എൻ്റെ തമ്മനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പം എൻ്റെ ഒരു അനുഭവം, ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു രീതിക്ക് എനിക്ക് പറ്റിയൊരു ഇതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എല്ലാവർക്കും ഇതുപോലെ പറ്റിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഓരോരുത്തർക്കും ഓരോ പ്രോഡക്റ്റ് ഓരോ രീതിയിലായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം എൻ്റെ രീതിയിൽ എനിക്ക് എങ്ങനെ ഈ പ്രോഡക്റ്റ് എഫക്റ്റ് ചെയ്തു, ഇല്ലെങ്കിൽ എൻ്റെ സ്കിന്നിന് എന്തോ പറ്റി, അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് പോകാം. അപ്പം ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും കുറേ കുറേ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന കാണാറുണ്ടല്ലോ. അപ്പം ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കണ്ട് കുറച്ച് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഞാനൊരു പ്രോഡക്റ്റ് മേടിച്ചു. അപ്പം ആ പ്രോഡക്റ്റ് കുറച്ച് നാളായിട്ട് അതെനിക്ക് ഒന്ന് ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പ്രോഡക്റ്റ് ഞാൻ മേടിച്ച് പ്ലിക്സ് എന്നാണ് പ്രോഡക്റ്റിൻ്റെ പേര്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും ഒരു രീതിക്ക് അത് അറിയാം. പൈനാപ്പിളിൻ്റെ പ്ലിക്സ് സെറം, ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, ഈ മൂന്നുമാണ് ഞാൻ മേടിച്ചത്. അപ്പം ഇത് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തു, മീൻസ് മേടിച്ച് ചെന്നിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് മേടിച്ച് ഞാൻ ഫസ്റ്റും സെക്കൻഡ് ദിവസമൊക്കെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല. ഞാൻ രാവിലെയും വൈകിട്ടും സ്കിൻ കെയർ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയില്ല. എൻ്റെ ഫേസിന് വലിയ രീതിക്ക് മാറ്റവും ഇല്ല, എന്നാൽ ഒട്ടും പ്രശ്നവും ഇല്ല. ആ ഒരു രീതിക്കാണ്. അപ്പം ഞാനിത് മെയിനായിട്ട് മേടിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിതിൽ കാണാം, നേരത്തെ തന്നെ എൻ്റെ മുഖത്ത് നല്ല രീതിക്ക് പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും ഉണ്ട്. നല്ലൊരു ചെറിയ രീതിക്ക് എനിക്ക് PCODയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് എനിക്ക് മുഖത്ത് കുരുപ്പും ഡാർക്ക് സ്പോട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ടാണ് പിഗ്മെൻറ്റേഷനും. അപ്പോൾ ഇതിനകത്ത് കാണിച്ചേക്കുന്നത് ഇത് മൂന്നും മാറും എന്നുള്ള രീതിയിലാണ് നമ്മളിത് മേടിച്ച് ആദ്യം രണ്ടാമത്തെ ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും വന്നില്ല. 2-3 ദിവസം കഴിഞ്ഞ് യൂസ് ചെയ്തപ്പം എൻ്റെ മുഖത്ത് ചെറുതായിട്ട് ഈ പുള്ളിയിട്ട് അഴലുന്നൊരു ഫീലില്ലേ, ബേൺ ചെയ്യുന്ന ഫീല്, ആ ഒരു ചെറുതായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ചിലപ്പോൾ എൻ്റെ ഫേസ് ഇതുമായിട്ട് സെറ്റ് ആവാനായിരിക്കും, ആവും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ പിന്നെ യൂസ് ചെയ്തു. അന്നേരം ഇത് ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് യൂസ് ചെയ്തപ്പോഴത്തേക്കും ഈ ദിവസങ്ങളിലെല്ലാം ചെറുതായിട്ടുണ്ട്. ഞാൻ വലിയ കാര്യമാക്കിയില്ല. ഞാൻ വിചാരിച്ചത് മാറാനായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഞാനിത് യൂസ് ചെയ്ത് എൻ്റെ മുഖം മൊത്തം നല്ല രീതിക്ക് പൊള്ളി അടരുന്നൊരു ഫീലിംഗ്. നല്ല രീതിക്ക് അന്ന് ഞാൻ യൂസ് ചെയ്തപ്പോൾ നല്ല, മീൻസ് ഈ തിളച്ച വെള്ളം മുഖത്തെടുത്ത് ഒഴിച്ചിട്ടുള്ള ആ ഒരു ബേണിംഗ് ഇല്ലേ, അതാണ് എനിക്ക് അന്നേരം മനസ്സിലായി. 8ൻ്റെ പണി കിട്ടി. പിന്നെ എന്തോ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ചെന്നതിൻ്റെ മുഖം കഴുകി, തണുത്ത വെള്ളത്തിൽ കുറേ കഴുകി, പിന്നെ കുറേ വെള്ളം ഒഴിച്ചു. എന്നിട്ട് ആ ഒരു നീറ്റൽ എൻ്റെ മുഖത്തുനിന്ന് പോകുന്നില്ലായിരുന്നു. നല്ല രീതിക്ക് ഉണ്ടായിരുന്നു, അത് പോകുന്നില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ അത് യൂസ് ചെയ്യുന്നില്ല, ഞാനത് മാറ്റി വെച്ചു. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഏത് സാധനമാണെന്ന് വെച്ചാൽ, ഈ പ്ലിക്സിൻ്റെ ഇത് കാണാൻ പറ്റുന്നതുണ്ട്. പ്ലിക്സിൻ്റെ ഇത് പൈനാപ്പിളിൻ്റെ ഡീപിഗ്മെൻറ്റേഷൻ ക്ലെൻസറാണ് ഫസ്റ്റ്. ഇത് എനിക്ക് വലിയ കുഴപ്പമില്ല. ദെൻ പൈനാപ്പിളിൻ്റെ സെറം, ഇതാണ് രണ്ടാമത്തെ സാധനം. ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഹെൽപ്സ് റിഡ്യൂസ് പിഗ്മെൻറ്റേഷൻ ആൻഡ് ഡാർക്ക് സ്പോട്ട്സ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എന്നാണ് എഴുതിയേക്കുന്നത്. 2% ആൽഫ ആർബുട്ടിൻ, നയാസിനമൈഡ്, ഇതൊക്കെയാണ് എഴുതിയിരിക്കുന്ന സാധനം. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് ഫ്ലിക്സിൻ്റെ മോയ്സ്ചറൈസർ. എൻ്റെ മുന്നിൽ ഇതാണ് മെയിനായിട്ട് എനിക്ക് പണി തന്ന സാധനം. ഇത് രണ്ടും പിന്നെയും കുഴപ്പമില്ല. ഈ
സെറത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് മുഖത്തൊരുമാതിരി ഈ സ്റ്റിക്കി ഉണ്ടല്ലോ, സ്റ്റിക്കി ടൈപ്പാണ്, ഇങ്ങനെ 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 ഒട്ടിയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ മോയ്സ്ചറൈസറും കൂടി ഇട്ടപ്പോഴാണ് എൻ്റെ പൊന്നു കത്തിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വിചാരിച്ചു എൻ്റെ മുഖം അത്രയും പോയി. അതുകൊണ്ട് ഈ സൈഡാണ് ആ പൊള്ളിയത്. ഇതിനകത്ത് എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, ബട്ട് ആ സൈഡ് എൻ്റെ നല്ല രീതിക്ക് പണി തന്നു. അപ്പം ഇത് മൂന്നുമാണ് ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചത്. വേറൊരു സാധനം കൂടെ ഉണ്ട്, ഫ്ലിക്സിൻ്റെ ഹെയർ ഗ്രോത്ത് റോസ്മേരി സെറം, അതിപ്പം അകത്തിരിക്കുകയാണ്. ഇത് 4 കൂടെ ഞാൻ 1200 രൂപയ്ക്കാണ് ഫ്ലിക്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചത്. അപ്പം ഞാൻ ഇവരുടെ വെബ്സൈറ്റിൽ കയറി ഫ്ലിപ്പ് സെൻ്ററിൽ ഞാൻ വിളിച്ചു ഇമെയിൽ വഴി ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു. നിങ്ങളുടെ പ്രോഡക്റ്റ് ഇതുപോലെ എൻ്റെ മുഖത്ത് നല്ല രീതിക്ക് റിയാക്ഷൻ, നല്ല രീതിക്ക് ബേൺ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒന്നുകിൽ ഇതിന് നല്ല സൊല്യൂഷൻ പറയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പറയുക. ഇത് ഓൾ സ്കിൻ ടൈപ്സ് എന്നാണ് കൊടുത്തേക്കുന്നത്, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത് കുറയ്ക്കും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്കിത് മേടിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരും മേടിക്കണമെന്നില്ലല്ലോ. പക്ഷേ ഇത് മേടിക്കാനാണല്ലോ അത് കൊടുത്തേക്കുന്നത്. പ്രൊമോട്ട് ചെയ്യുന്ന എന്തിനാ? ഇത് കണ്ട് നമ്മൾ മേടിക്കും. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മുഖത്ത് ഈ പാടുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല, മാറാൻ ഞാൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ രീതിക്ക് ഇതും കൂടെ ഉപയോഗിച്ചപ്പം ഇപ്പം നല്ല രീതിക്ക് കൂടി. ഇതിനകത്ത് ഈ ഫോണിനകത്ത് എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ നാട്ടിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഹോസ്റ്റലിലാണ്. ഇവിടെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം ഈ മുഖം കണ്ടിട്ടുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല. അവരെല്ലാ ദിവസവും കാണുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. പക്ഷേ എൻ്റെ നാട്ടിലോട്ട് ഞാൻ വെക്കേഷന് പോകുന്ന ടൈമിൽ നാട്ടിലുള്ള എല്ലാവരും ചോദിക്കുന്നു, നിൻ്റെ മുഖത്തിന് എന്താണ് പറ്റി, ഇത്രയും എന്താ കൂടിയത്, നീ കണ്ട ക്രീമുകളെല്ലാം വാരി തേച്ചുകൊണ്ടാണ്. അതിനാണ് നമ്മൾ പറയേണ്ടത് കാര്യമാക്കണ്ട എന്നാണ്. പക്ഷെ നമ്മൾ എത്രയെന്ന് വെച്ചാൽ കേട്ടോണ്ടിരിക്കുന്നത് ഇല്ലേ? നമ്മളൊന്നും ചെയ്തിട്ടല്ലല്ലോ, ഇത് തനിയെ വരുന്നതല്ലേ. പറഞ്ഞാൽ മനസ്സിലാവാത്ത കുറേ ആൾക്കാരുമുണ്ട്, അവരടുത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണ്ട. എന്നാലും ഇതെന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞ മറുപടി അതാണ്, നിങ്ങളിത് ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കൂ, എങ്കിലേ നിങ്ങളുടെ മുഖത്തത് സെറ്റ് ആവത്തുള്ളൂ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. എൻ്റെ പൊന്നു ചേട്ടാ, ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് എൻ്റെ മുഖത്തിന് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ എനിക്ക് എൻ്റെ മുഖം തിരിച്ചു തരുമോ? ഇല്ലല്ലോ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് എൻ്റെ മുഖം എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ നല്ല രീതിക്ക് എന്തെങ്കിലും പണി കിട്ടി, ഇപ്പം തന്നെ പണി കിട്ടി. അപ്പോൾ ഇനി പണി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ഇതാണ് എനിക്ക് തരുന്നത്? അതുകൊണ്ടാണ് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തത്. ഇവരൊന്നുകിൽ സോറി, ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വിട്ടിട്ട് ഇവരതൊന്നും പറയുന്നില്ല. നിങ്ങളിത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്തെങ്കിലേ നിങ്ങളുടെ മുഖമായിട്ട് സെറ്റ് ആവത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങളിത് മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മേടിക്കുന്നെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതാണ് ഇവരുടെ മെയിൻ കുഴപ്പം. ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇവരുടെ ഒരു സാമ്പിൾ സാധനമില്ല. ഞാൻ ഈ 4 സാധനം കൂടെ മേടിച്ചത് 1200 രൂപയ്ക്കാണ്. ഇതിപ്പോൾ എനിക്ക് കളയാൻ പറ്റത്തില്ല. സങ്കടം വന്നിട്ട് എന്തോ വേണമെന്ന് എനിക്കറിയാൻ വയ്യ. 1200 കൊടുത്ത സാധനം ഉപയോഗിക്കാനും പറ്റുന്നില്ല, എന്നാൽ കളയാനൊട്ട് മനസ്സ് വരുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ്. നിങ്ങൾ ഫ്ലിക്സിൻ്റെ കമ്പനിക്കാർ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഒരു സാമ്പിൾ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഒരു സാമ്പിൾ പാക്കറ്റ് അല്ലെങ്കിൽ സാമ്പിൾ സാധനം ഉണ്ടാക്കുക. ഇത് ഉപയോഗിച്ച് മുഖത്തിന് കുഴപ്പമില്ലാത്തവർ മേടിച്ച് ഉപയോഗിക്കട്ടെ. നിങ്ങൾ ഈ വലിയ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ട് ഞങ്ങൾ ഈ 1000-2000 രൂപ കൊടുത്ത സാധനം മേടിച്ചിട്ട് മുഖത്തിന് പറ്റിയിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പറയും. പിന്നെ എനിക്ക് അത്രയൊക്കെയുള്ളൂ പറയാൻ. നിങ്ങൾ എന്നാലും ഇത് നോക്കിയും കണ്ടും മേടിക്കുക. നിങ്ങളുടെ സ്കിന്നാണ്, നമ്മുടെ സ്കിന്നാണ്, ഗേൾസിന് പ്രത്യേകിച്ചും. നമ്മുടെ സ്കിൻ നമ്മൾ ബെറ്റർ ആക്കാൻ പരമാവധി നമ്മൾ ചെയ്യും. പക്ഷെ ഓരോ പ്രോഡക്ട്സും ഇപ്പം എല്ലാം ശരിയാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രമേ മേടിക്കാവൂ. അതും ഈ എല്ലാം കൂടെ ഒരുമിച്ച് മേടിക്കരുത്. എന്നെപ്പോലെ മന്ദബുദ്ധിത്തരം ഒരിക്കലും കാണിക്കരുത്. ഓരോന്നും നിങ്ങൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾ റിവ്യൂ നോക്കണം. ഞാൻ റിവ്യൂ നോക്കിയതിനകത്തൊക്കെ പരമാവധി എല്ലാം ബെറ്ററാണ്, നല്ലതാണെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എല്ലാവരും ഒന്നും കൂടെ നല്ലോണം നോക്കി റിവ്യൂ ഒക്കെ നോക്കിയിട്ട് മാത്രമേ ഈ പ്രോഡക്റ്റ് മേടിക്കാവൂ. പിന്നെന്താ, നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഒരു റിവ്യൂ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്തത്, നിങ്ങളുടെ മുഖത്ത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
എനിക്കറിയാലോ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയതാണോ, എൻ്റെ മുഖത്തിന് മാത്രം പറ്റിയതാണോ, പക്ഷെ ഇത് ഓൾ സ്കിൻ ടൈപ്സിനാണ് കൊടുത്തേക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ ഡ്രൈയും മോയ്സ്ചറൈസറും രണ്ടും കൂടെ. ഇപ്പം എൻ്റെ മുഖത്ത് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ ഒരു രീതിക്ക് ഇതാണ് ഓയിലി ഉണ്ട്, എന്നാൽ ഡ്രൈയും ഉണ്ട്, രണ്ട് രീതിക്കാണ്. അപ്പം നിങ്ങൾ ഇതിനൊരു പരിഹാരം പറയുക പ്ലിക്സ് കമ്പനിക്കാർ. എത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ.